സത്യത്തിൽ ഒണിയലിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നി. ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം ഇല്ലാത്തത് പറയാൻ പറ്റുമെന്നത് ഇന്നലത്തെ ലൈവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിരപരാധിയായ ഒണിയലിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മി. ഇന്നലത്തെ ലൈവ് പൂർണ്ണമായി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒണിയൽ നിരപരാധിയാണെന്ന് വളരെ വ്യക്തമായി തന്നെ കണ്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്താണ് സംഭവമെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ചെറുതായി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്നലെ ഹൗസിൽ എല്ലാവർക്കും ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്കിൽ ഒണിയലിന്റെ ടീമായിരുന്നു വിജയിച്ചിരുന്നത്. അതിന്റെ ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും. ഇതിനിടയിൽ ക്ലാപ്പ് ചെയ്തുകൊണ്ട് നീങ്ങിയിരുന്ന ഒണിയലിന്റെ കാലിൽ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റർ തടയുകയും തുടർന്ന് ഒണിയൽ വീഴാൻ പോവുകയായിരുന്നു. മുന്നിലുണ്ടായിരുന്നത് മസ്താനി ആയതുകൊണ്ട് തന്നെ മസ്താനിയെ ഒന്ന് പിടിക്കേണ്ടി വന്നു. നമ്മൾ ആരായാലും അൺഎക്സ്പെക്റ്റഡായി ഒന്ന് വീഴാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പിടിവള്ളിയിൽ നമ്മൾ പിടിക്കുമല്ലോ. അതുപോലെ ഒണിയലിന്റെ മുന്നിലുണ്ടായിരുന്നത് മസ്താനി ആയതുകൊണ്ട് തന്നെ മസ്താനിയെ വീഴാതിരിക്കുവാൻ വേണ്ടി ഒണിയൽ കയറി പിടിച്ചിരുന്നു. അതാണ് ഇപ്പോൾ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത്. മസ്താനിക്കും ആ ഒരു ഇൻസിഡന്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മസ്താനിക്ക് ആ പിടുത്തം വളരെ മോശമായി തോന്നി. എന്നാൽ ഒണിയലിന്റെ ഭാഗം മറ്റുള്ള ആരും കണ്ടിട്ടില്ലായിരുന്നു. ഒണിയൽ അപ്പോൾ തന്നെ മസ്താനിയോട് സോറി പറഞ്ഞിരുന്നു. വേറെ യാതൊരു ദുരുദ്ദേശവും ഒണിയലിനുണ്ടായിരുന്നില്ല. താൻ വീഴാൻ പോയപ്പോൾ പിടിച്ചത് മസ്താനിയെ ആയിപ്പോയി. അത് ഇനിയിപ്പോൾ അവിടെ വേറെ ആരായാലും തന്നെ ഒണിയൽ അത്രയും ഹെവി ആയിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ വീഴാതിരിക്കുവാൻ പ്രത്യേകം കെയർ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടിയ പിടിവള്ളി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായി മസ്താനിയോട് പലതവണ സോറി പറഞ്ഞിരുന്നു. എന്നാൽ മസ്താനി ആ സോറി സ്വീകരിക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. മസ്താനി ഈ കാര്യം പോയി ലക്ഷ്മിയോട് എക്സ്പ്ലെയിൻ ചെയ്തു. ലക്ഷ്മിയെ പിടിച്ചു കാണിച്ചു കൊടുത്തു ഒണിയൽ എങ്ങനെയാണ് തന്നെ പിടിച്ചതെന്ന്. എന്നാൽ ലക്ഷ്മിക്ക് അതൊരു കണ്ടന്റ് ആയിരുന്നു. ലക്ഷ്മി ഉടനെ തന്നെ ഒണിയലിന് നേരെ തിരിഞ്ഞു. വളരെ മോശമായ രീതിയിൽ തന്നെ ഒണിയലിനോട് സംസാരിച്ചു. സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഇത് ലക്ഷ്മിക്കാണ് സംഭവിച്ചു പോയതെന്ന്. ഒണിയലിന്റെ ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ലക്ഷ്മി. വളരെ മോശമായ ഇന്റൻഷനോട് കൂടി തന്നെയായിരുന്നു ഒണിയൽ മസ്താനിയെ കയറി പിടിച്ചത് എന്നുള്ള നിലയിലേക്കായിരുന്നു ലക്ഷ്മി അത് എത്തിച്ചത്. എന്നാൽ ഈ ബഹളത്തിനിടയിൽ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒണിയലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. കാരണം മുന്നേ ബിഗ് ബോസ് ഹൗസിൽ ജിസയിലിന്റെയും ആര്യന്റെയും ഇഷ്യൂ എല്ലാവർക്കും ഓർമ്മയില്ലേ? അന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും മൗനം പാലിച്ചത് ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന്. എന്നാൽ ഇത്തവണ എല്ലാവരും ഒണിയലിന്റെ കൂടെ തന്നെ നിന്നു. കാരണം 10-35 ദിവസമായി ഒണിയൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒണിയൽ ഇന്നുവരെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്നത് അവിടെയുള്ള ഒരു ഹൗസ്മേറ്റ്സും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവർക്കും ഒണിയലിന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒണിയലിന്റെ കൂടെയായിരുന്നു. ലക്ഷ്മി ഇത് എന്തോ വലിയ സംഭവം പോലെ ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി കംപ്ലയിന്റ് ചെയ്തു. വളരെ മോശമായ ഇന്റൻഷനോട് കൂടി തന്നെയായിരുന്നു ഒണിയൽ മസ്താനിയെ കയറി പിടിച്ചത് എന്ന് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്ത് വലിയ ഒരു അലിഗേഷനാണ് ലക്ഷ്മി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ലക്ഷ്മി കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു കാര്യമാണ് ഇത്രയും ദൃഢമായി പറയുന്നത്. ഒണിയൽ അത് ചോദിക്കുകയും ചെയ്തു. ലക്ഷ്മി കണ്ടിട്ടുണ്ടായിരുന്നോ, എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അന്നേരം ലക്ഷ്മി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മസ്താനി എനിക്ക് കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ അത് വളരെ മോശമായ ബാഡ് ടച്ച് തന്നെയായിരുന്നു എന്നാണ് ലക്ഷ്മി ഒണിയലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള നടപടി എടുക്കണമെന്നും ലക്ഷ്മി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കേട്ടത് മുതൽ ഒണിയൽ ആകെ തകർന്നുപോയി. ഒണിയലിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഒണിയൽ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ഒണിയലിനെ അത് വല്ലാതെ ഡാമേജ് ചെയ്തു. ഒണിയൽ ഒരുപാട് തവണ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് കൺഫെഷൻ റൂമിലേക്ക് വരണം, സംസാരിക്കണമെന്ന് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഇല്ലാതെയായപ്പോൾ ഒണിയൽ ഇന്നത്തെ മോർണിംഗ് ടാസ്കിനിടയിൽ എല്ലാവരെയും ഇരുത്തി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ ഇന്റൻഷനും ഉണ്ടായിരുന്നില്ല. എന്ത് ചീപ്പ് സ്ട്രാറ്റജിയാണ് ലക്ഷ്മി ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ വീഴാൻ പോയപ്പോഴാണ് മസ്താനിയെ പിടിച്ചത്. അല്ലാതെ ഞാൻ ഇന്നുവരെ ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ല. 42 വയസ്സായി എനിക്ക്. ഞാൻ എല്ലാവരെയും ഒരുപോലെ കൊണ്ടു നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകൾ സഞ്ചരിക്കാറുണ്ട്. ഇന്നുവരെ എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ മോശമായ അനുഭവവും അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. കാരണം അവരെ സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായി മസ്താനിക്ക് തോന്നിയെങ്കിൽ വീണ്ടും ഞാൻ സോറി ചോദിക്കുന്നു എന്ന് ഒണിയൽ വളരെ വ്യക്തമായി എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ഒണിയലിനെ വിളിച്ചത്. അവിടെ നിന്ന് ഒണിയൽ ഒരുപാട് നേരം ബിഗ് ബോസിനോട് സംസാരിച്ചു. ബിഗ് ബോസിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് തീർച്ചയായും ഡിസ്കസ് ചെയ്യണം. ഇത് എൻ്റെ ക്യാരക്ടറിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. പുറത്തു പോകുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഇത് എൻ്റെ മൊത്തം ഇമേജിനെ കോട്ടം വരുത്തുന്ന ഒന്ന് തന്നെയായതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു നടപടി എടുക്കണമെന്നാണ് ഒണിയൽ ആവശ്യപ്പെട്ടത്. എനിക്ക് 42 വയസ്സായി. ഇന്നുവരെ ആരും എന്നെക്കുറിച്ച് ഇതുപോലൊരു അലിഗേഷൻ പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്ന എൻ്റെ വീട്ടിലുള്ളവരുടെ അവസ്ഥയെല്ലാം എന്തായിരിക്കും? എനിക്ക് അവരുടെ കാര്യമെല്ലാം ആലോചിച്ചിട്ട് ആകെ വിഷമം തോന്നുന്നു ബിഗ് ബോസ്. എനിക്ക് ഇതിനുള്ള തക്കതായ ഒരു നിയമ നടപടി എടുക്കണമെന്നാണ് ബിഗ് ബോസിനോട് ഒണിയൽ ആവശ്യപ്പെട്ടത്. ബിഗ് ബോസും പറഞ്ഞു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന്. ഇത് പറഞ്ഞതിന് ശേഷം ഒണിയൽ പറഞ്ഞു ബിഗ് ബോസ് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് കരഞ്ഞോട്ടെ എന്ന്. പിന്നീട് ബിഗ് ബോസിന്റെ മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു ഒണിയൽ. ആ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാനാവില്ല. കാരണം ഒണിയലിനെ നമ്മൾ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഇതുപോലെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ല. യൂട്യൂബിൽ തന്നെ ഈ ഇൻസിഡന്റ് പല ആളുകളും സ്ലോ മോഷനായി ഇട്ടുകൊണ്ട് ഒണിയലിനെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലെല്ലാം വീഡിയോസ് ഇറക്കുന്നുണ്ട്. എന്നാൽ ലൈവ് പൂർണ്ണമായി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു അത് തികച്ചും ഒരു ആക്സിഡന്റൽ ടച്ച് മാത്രമായിരുന്നു. അതിന് ഒരു 1000 തവണയെങ്കിലും ഒണിയൽ മസ്താനിയോട് സോറി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ജിസയിലിനെയും ആര്യനെയും കുറിച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മസ്താനിയെയും ഒണിയലിനെയും
ഒണിയലിനെയും പറയുന്നത്. എന്തിനാണ് മറ്റുള്ളവരുടെ ഒരു ക്യാരക്ടറിനെ തന്നെ വലിച്ചു കീറുന്ന രീതിയിലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടാക്കുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒണിയലിൻ്റെ വിഷയം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. അതിൽ പോസിറ്റീവായി പറയുന്നവരുമുണ്ട്, നെഗറ്റീവായി പറയുന്നവരുമുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടന്റുകളൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ നിങ്ങളൊരു ഭാഗത്ത് ഇരുന്നോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ BB ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്